നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ശുചീന്ദ്രം സത്യാഗ്രഹമാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. ശുചീന്ദ്രം സത്യാഗ്രഹം അതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്ന് നോക്കിയാൽ അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന ജനമുന്നേറ്റമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. അപ്പോൾ എന്താണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ കാരണം? അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. എന്തിനെതിരെയാണ്? അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ. നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. ഈ ശുചീന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് നിലവിൽ ശുചീന്ദ്രം ഉള്ളത്. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് നിലവിൽ ശുചീന്ദ്രം തമിഴ്നാട്ടിലാണ്. അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന ജനമുന്നേറ്റമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രത്തെ അനീതിക്കെതിരെ രംഗത്തെത്തിയ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഡോക്ടർ M.E. നായിഡു ആണ്. ആരാണ്? ഡോക്ടർ M.E. നായിഡു. അദ്ദേഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിനെ പറ്റിയിട്ട് നമ്മളിപ്പം 3 പോയിൻ്റാണ് പഠിച്ചത്. ഒന്ന്, അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന ജനമുന്നേറ്റമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. നിലവിൽ ശുചീന്ദ്രം തമിഴ്നാട്ടിലാണ്. ഡോക്ടർ M.E. നായിഡു ആണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ശുചീന്ദ്രത്തെ അവസ്ഥയെക്കുറിച്ച് ശ്രീമൂലം അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ആര്? കുമാരനാശാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആരാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തെക്കുറിച്ച് ശുചീന്ദ്രം അവസ്ഥയെക്കുറിച്ച് ശ്രീമൂലം അസംബ്ലിയിൽ പ്രസംഗം നടത്തിയത് എന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. അപ്പോൾ എന്താണ് ചോദ്യം? ശുചീന്ദ്രം അവസ്ഥയെപ്പറ്റി ശ്രീമൂലം അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തിയത് വളരെ ചരിത്രപരമായിട്ടുള്ളൊരു രേഖയാണ്. അത് നടത്തിയത് കുമാരനാശാനാണ്. ക്ലിയർ ആയല്ലോ? അതോടൊപ്പം തന്നെ നാഗർകോവിൽ സന്ദർശിച്ച് ഗാന്ധിജി ചെയ്ത പ്രസംഗം ശുചീന്ദ്രം സമരഭടന്മാർക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതും ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ്. എന്താണ്? നാഗർകോവിൽ സന്ദർശിച്ച് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തെ ശുചീന്ദ്രം സമരഭടന്മാർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു. അതും ഒന്ന് ഓർത്തു വെക്കുക. അതോടൊപ്പം ഡോക്ടർ M.E. നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം 1926 ജനുവരി 29 ഒരു സത്യാഗ്രഹത്തിനുള്ള തീരുമാനമെടുത്തത്. എന്താണ്? ഡോക്ടർ M.E. നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം 1926 ജനുവരി 29 സത്യാഗ്രഹത്തിന് തീരുമാനമെടുത്തത്. ഇതിലെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് താണു മലയപ്പെരുമാൾ, സുബ്രഹ്മണ്യപിള്ള, പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ്, C. മുത്തുസ്വാമി. ആരൊക്കെയാണ്? താണു മലയപ്പെരുമാൾ, സുബ്രഹ്മണ്യപിള്ള, പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ്, C. മുത്തുസ്വാമി എന്നിവരായിരുന്നു സത്യാഗ്രഹത്തിലെ മറ്റു പ്രമുഖർ. അപ്പം നേതൃത്വം നൽകിയത് M.E. നായിഡു ആണ്. താണു മലയപ്പെരുമാൾ, സുബ്രഹ്മണ്യപിള്ള, പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ്, C. മുത്തുസ്വാമി എന്നിവരായിരുന്നു സത്യാഗ്രഹത്തിലെ മറ്റ് പ്രമുഖന്മാരെന്ന് പറയുന്നത്. E.V. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹികളെ സന്ദർശിച്ചിരുന്നു. അതും പ്രധാനമാണ്. എന്താണ്? E.V. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹികളെ സന്ദർശിച്ച് അവർക്ക് ഊർജം പകർന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ശുചീന്ദ്രം സത്യാഗ്രഹം വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന ഒന്നുമാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന ഒരു ജനമുന്നേറ്റമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. എന്താണ്? അയിത്തം, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ തിരുവിതാംകൂറിൽ നടന്ന ഒരു ജനമുന്നേറ്റമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. നിലവിൽ ശുചീന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ M.E. നായിഡു ആണ്. ആരാണ്? ഡോക്ടർ M.E. നായിഡു. കുമാരനാശാൻ ശുചീന്ദ്രം അവസ്ഥയെപ്പറ്റി ശ്രീമൂലം അസംബ്ലിയിൽ പ്രസംഗം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതും ഓർത്തു വെക്കുക.
അതോടൊപ്പം നാഗർകോവിൽ സന്ദർശിച്ച് ഗാന്ധിജി നടത്തിയ പ്രസംഗം ഈ ശുചീന്ദ്രം സത്യാഗ്രഹത്തിൻ്റെ സമരഭടന്മാർക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. 1926 ജനുവരി 29 എന്ത് ഡോക്ടർ എം.ഇ. നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇങ്ങനെ ഒരു സത്യാഗ്രഹത്തിനുള്ള തീരുമാനമെടുത്തത് 1926 ജനുവരി 29. ഡോക്ടർ എം.ഇ. നായിഡുവിനൊപ്പം പ്രമുഖരായിട്ട് ഇതിൽ പങ്കെടുത്തവർ താണു മലയ പെരുമാൾ, സുബ്രഹ്മണ്യ പിള്ള, പെരുമാൾ പണിക്കർ, ഗാന്ധിദാസ്, സി മുത്തുസ്വാമി എന്നിവരായിരുന്നു. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹികളെ സന്ദർശിച്ചത് എന്താണ്? ഈ ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് കൂടുതൽ ഊർജം പകർന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇന്ന് ശുചീന്ദ്രം സത്യാഗ്രഹത്തിൽ നോക്കുന്നത്. കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.